ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മത്സരിക്കേണ്ട CPI സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൈദരാബാദിൽ ചേർന്ന CPI ദേശീയ നേതൃയോഗത്തിലാണ് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ കേരളത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കൾ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതിലൊരു തരത്തിലും വീഴ്ചയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ല. CPI സ്ഥാനാർത്ഥികളെ, ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കണം എന്നാണ് CPIയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. മാത്രമല്ല, തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ VS സുനിൽകുമാറിനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കണം എന്ന് തന്നെയാണ് CPIയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന സ്ഥാനാർത്ഥികളെ മാത്രം, മുതിർന്ന നേതാക്കളെ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന രീതിയിലേക്കാണ് CPIയുടെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് മുൻ MP പന്ന്യൻ രവീന്ദ്രന്റെ പേരിനാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. പന്ന്യൻ സന്നദ്ധനായില്ലെങ്കിൽ മന്ത്രി GR അനിലിന് സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിറ്റിംഗ് MPയും മുതിർന്ന നേതാവുമായ ശശി തരൂർ തന്നെയാകും കോൺഗ്രസിന് വേണ്ടി ഇത്തവണ കളത്തിലിറങ്ങുക. അതുകൊണ്ട് ഒരു ദേശീയ നേതാവിനെ മത്സരിപ്പിക്കാൻ BJP തിരുവനന്തപുരത്ത് ഒരുങ്ങുമ്പോൾ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു എതിരാളിയെ, അത് മുതിർന്ന നേതാക്കൾ തന്നെ, മുൻപരിചയമുള്ള ആളുകൾ തന്നെ, അങ്ങനെയാണെങ്കിൽ പന്ന്യൻ രവീന്ദ്രന്റെ പേരാണ് കേൾക്കുന്നത്, അദ്ദേഹത്തോടും നിൽക്കാൻ ആവശ്യപ്പെടും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. കടുത്ത മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ VS സുനിൽകുമാറിന്റെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി TN പ്രതാപനും BJPക്ക് വേണ്ടി സുരേഷ് ഗോപി അവിടെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കരുത്തേറിയ മത്സരം നടക്കുന്ന, വാശിയേറിയ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ അവിടെ തൃശ്ശൂർക്കാർക്ക് പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് VS സുനിൽകുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ കളത്തിലിറക്കി ഇത്തവണ തൃശ്ശൂർ ഉറപ്പാക്കണം എന്ന വാശി കൂടി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് VS സുനിൽകുമാറിനോട് കൂടി മത്സരിക്കാനുള്ള സാധ്യതയാണ് തൃശ്ശൂരിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ആനി രാജ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് CPIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. കോൺഗ്രസിൽ മത്സരിക്കുന്നത് ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ആണെങ്കിൽ അവിടെ ദേശീയ നേതാവായ ആനി രാജയെ തന്നെ മത്സരിപ്പിച്ചേക്കാം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്നാൽ പോലും ആനി രാജയുടെ പേരാണ് ഇപ്പോൾ CPI മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലമായ മാവേലിക്കരയിൽ CPI യുവജന വിഭാഗം നേതാവായ CA അരുൺകുമാറിനാണ് ഇപ്പോൾ പാർട്ടി സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് സംസ്ഥാന കൗൺസിലാകും എടുക്കുക. എന്നാലും VS സുനിൽകുമാറിന്റെ പേര് അത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇനി പന്ന്യൻ രവീന്ദ്രനാണോ അല്ലെങ്കിൽ CR അനിലാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. വയനാട്ടിൽ ആനി രാജയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ്. മാവേലിക്കരയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇനി എത്താനിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മുൻപേ പ്രഖ്യാപിച്ച് ഒരുക്കങ്ങൾ മുൻപേ തുടങ്ങി വോട്ടെല്ലാം നേടിയെടുക്കണം എന്ന എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ അതേ നിലപാടാണ് CPIക്കും ഉള്ളത്. ഇത്തവണ സ്റ്റാർ മണ്ഡലമായ തൃശ്ശൂർ അടക്കം പിടിച്ചെടുക്കാനുള്ള പോരാട്ടത്തിലേക്ക് CPI കടക്കുകയാണ്. അതിന്റെ പ്രാഥമിക പട്ടിക എന്ന് പറയുമെങ്കിൽ പോലും ഇത് തന്നെയാകും അന്തിമ രൂപം എന്ന് ഉറപ്പിക്കാൻ കഴിയും. ഇതിൽ അവസാന ലിസ്റ്റ് തീരുമാനിക്കേണ്ടത് സംസ്ഥാന കൗൺസിലാണ്. അതിൽ ആരൊക്കെ ഉണ്ടാകും എന്ന കാര്യം പ്രസക്തമായ ഒന്ന് തന്നെയാണ്. എന്തായാലും CPI ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ യോഗങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ചുവരെഴുത്തുകൾ തന്നെ ഉടനെ ആരംഭിക്കുമെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അത് പൂർണ്ണമായും ഉണർന്നു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അങ്ങനെ VS സുനിൽകുമാറിനെ തോൽപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്ന ചോദ്യം, അതിന് തൃശ്ശൂർക്കാർ സമ്മതിക്കുമോ എന്ന ചോദ്യം, അതിനൊപ്പം തന്നെ സിറ്റിംഗ് MP ആയ TN പ്രതാപനെ എങ്ങനെ അട്ടിമറിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശമൊക്കെ തന്നെ ധാരണയിലെത്തി എന്ന് വേണം ഇന്നത്തെ റിപ്പോർട്ട് കൂടി മനസ്സിലാക്കാൻ.